BBC-യുടെ ഇന്ത്യയിലെ ന്യൂസ് റൂം അടച്ചുപൂട്ടാൻ സർക്കാർ തീരുമാനിച്ചു. ആദായനികുതി ലംഘനത്തിൻ്റെ പേരിലുള്ള നടപടിയെ തുടർന്നാണ് നീക്കം. മുൻ ജീവനക്കാർ ചേർന്ന് ആരംഭിക്കുന്ന കളക്റ്റീവ് ന്യൂസ് റൂം വഴിയാകും ഇനി BBC-യുടെ ഇന്ത്യയിലെ പ്രവർത്തനം. നമുക്ക് അത്ര സുഖകരമായ ഒരു വാർത്തയല്ല ഇത്. കാരണം മാധ്യമങ്ങൾക്ക് വളരെ സംരക്ഷണം നൽകുകയും മാധ്യമപ്രവർത്തനത്തിന് സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമായിട്ടാണ് ഇന്ത്യ പുറം ലോകത്ത് അറിയപ്പെടുന്നത്. അവിടെ BBC പോലെ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനെ പോലെ ഒരു വലിയ മാധ്യമ സ്ഥാപനം അടച്ചുപൂട്ടുന്നു എന്ന് അതെന്ത് കാരണത്താലായാലും അത് നമ്മുടെ യശസ്സിന് അത്ര സുഖകരമായ കാര്യമല്ല. ചിലപ്പോൾ ആളുകൾ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് ഈ വഴി തന്നെ പോകണമായിരുന്നു എന്നുള്ളത് കേന്ദ്ര സർക്കാർ ആലോചിക്കേണ്ടതാണ്. ബൽറാം നെടുങ്ങാടി നമുക്കൊപ്പം ചേരുന്നു. ബൽറാം നെടുങ്ങാടി, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ BBC-യുടെ ന്യൂസ് റൂം അടച്ചുപൂട്ടുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു ചെറിയ വാർത്തയല്ല. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കേൻ. തീർച്ചയായും ഈ BBC പോലെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയൊരു മാധ്യമം അതിൻ്റെ ഇന്ത്യയിലെ ഓഫീസ് ന്യൂസ് റൂം അടച്ചുപൂട്ടുന്നു എന്നുള്ളത് തീർച്ചയായും ഒരു പോസിറ്റീവായ ഒരു കാര്യമല്ല എന്നുള്ളതാണ്. 1940 ആരംഭിച്ചതാണ് BBC ഇന്ത്യയിലെ ന്യൂസ് റൂം. അതിൽ 99% BBC ഇന്ത്യ എന്ന പേരിൽ പ്രവർത്തിക്കുമ്പോഴും 99% അതിൻ്റെ മാതൃ കമ്പനിയുടെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു BBC ഇന്ത്യയിൽ പ്രവർത്തിച്ചു വന്നിരുന്നത്. UK കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജീവനക്കാർ 200ഓളം ജീവനക്കാർ ഇന്ത്യയിലെ BBC-ക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു സ്ഥാപനമാണ് ന്യൂസ് റൂം അടച്ചുപൂട്ടുന്നത്. എന്നാൽ അത് നിലവിലുള്ള രീതിയിൽ നിന്നും മാറ്റം വരുത്തുന്നു. നേരിട്ടുള്ള ന്യൂസ് റൂം എന്നുള്ളത് അവസാനിപ്പിക്കുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 2002 ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് ഡോക്യുമെൻ്ററി പ്രക്ഷേപണം ചെയ്തതിൻ്റെ പേരിൽ BBC-ക്ക് എതിരെ മുംബൈയിലെയും ഡൽഹിയിലെയും ഓഫീസുകളിൽ റെയ്ഡ് നടത്തുകയും തുടർന്ന് ചട്ടലംഘനങ്ങൾ കണ്ടെത്തി നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 2021 ഈ ചട്ടങ്ങൾക്ക് അനുസരിച്ച് പുതിയ ഒരു രീതിയിൽ പ്രവർത്തിക്കാൻ BBC തയ്യാറായിരിക്കുന്നത്. നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കളക്റ്റീവ് ന്യൂസ് റൂം എന്ന പേരിൽ നിലവിലെ BBC-യിലെ ജീവനക്കാർ തന്നെ ചേർന്ന് ഒരു കമ്പനി രൂപീകരിച്ച് ആ കമ്പനി വഴിയാകും ഇനി ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ നടത്തുക. ഇന്ത്യയിൽ നിലവിലുള്ള ഹിന്ദി, ഗുജറാത്തി, മറാത്തി, തമിഴ് അടക്കമുള്ള 7 ഭാഷകളിലും തുടർന്നും BBC-യുടെ സേവനങ്ങൾ ലഭിക്കുമെങ്കിലും നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ആകില്ല. ഈ കമ്പനിയിൽ 26% ഓഹരിക്ക് അപേക്ഷ BBC-യുടെ മാതൃ കമ്പനി ഇതിനകം തന്നെ നൽകിക്കഴിഞ്ഞു. നിലവിൽ അടുത്ത ആഴ്ച മുതൽ തന്നെ BBC പുതിയ രൂപത്തിൽ ന്യൂസ് കളക്റ്റീവ് എന്ന ന്യൂസ് റൂമിൻ്റെ കീഴിൽ പ്രവർത്തിച്ച് തുടങ്ങും. ലോകത്ത് തന്നെ ആദ്യമായാണ് BBC ഇത്തരത്തിൽ നേരിട്ടുള്ള ന്യൂസ് റൂം അവസാനിപ്പിക്കേണ്ടി വരുന്നത്. നിരവധി രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള BBC-ക്ക് ഇന്ത്യയിൽ അത്തരത്തിൽ നേരിട്ടുള്ള പ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ട് പ്രാദേശികമായ ഒരു കമ്പനി രൂപീകരിച്ച് തങ്ങളുടെ ലൈസൻസ് ഉൾപ്പെടെ ആ കമ്പനിക്ക് കൈമാറി വരേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എസ്കേൻ. ബൽറാം നെടുങ്ങാടി, എന്തായാലും ലോകം നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ BBC പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള അറിയപ്പെടുന്ന വിദേശ മാധ്യമങ്ങളൊക്കെ ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള ഖ്യാതി അത്ര സുഖകരമായ കാര്യമായിട്ട് തോന്നുന്നില്ല. കാരണം പ്രത്യേകിച്ച് ഈ ആദായ നികുതിയുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക കുറ്റങ്ങൾ ആരോപിച്ച് മാധ്യമ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നത് അത്ര ശരിയായ കാര്യമല്ല. പുറം ലോകത്ത് വലിയ ഇമേജുള്ളൊരു രാജ്യമാണ്. പണ്ടത്തെ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ. അപ്പം നമുക്ക് പുറം ലോകത്തൊക്കെ പോയി നിൽക്കുമ്പോൾ, പുറം രാജ്യങ്ങളിൽ നിൽക്കുന്ന സമയത്ത് BBC നിങ്ങൾ അടച്ചുപൂട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരോട് നമുക്ക് ഇങ്ങനെയുള്ള കുറ്റങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം ഒരു ഇമേജാണ്, ഇന്ത്യയുടെ ഒരു ഇമേജാണ്. ആ ഇമേജിന് കോട്ടം തട്ടുന്ന ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന അഭിപ്രായക്കാരാണ് ഞങ്ങൾ.